വല്ലാത്തൊരു കൺഫ്യൂഷനിലാണ് ഞാനിന്ന്. കാര്യം നാളെ നടക്കാനിരിക്കുന്ന IPL ഫൈനലിൽ ഏത് ടീമിനെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ. കാര്യം ഒരു ഭാഗത്ത് വിരാട് കോഹ്ലിയുടെ RCB ആണ്, മറ്റൊരു ഭാഗത്ത് പ്രീതി സിൻഡയുടെയും ശ്രേയസ് അയ്യരുടെയും പഞ്ചാബ് കിങ്സും ആണ്. ഇതിൽ ഈ രണ്ട് ടീമുകളുടെയും പൊതുവായിട്ടുള്ളൊരു പ്രത്യേകത, ഇവർക്ക് രണ്ടുപേർക്കും ഇതുവരെ ഒരു IPL കിരീടമില്ല എന്നുള്ളൊരു കുറവ്, ഒരു കളങ്കം ഇവർ രണ്ടുപേർക്കും ഉണ്ട്. ആ ഒരു കളങ്കം ഈ ഒരു സീസണോടുകൂടി ഇതിൽ ആരെങ്കിലും ഒരാൾ മായ്ച്ചു കളയുന്നുള്ള കാര്യം ഉറപ്പായിട്ടുണ്ട്. അത് ആരായിരിക്കണം കപ്പ് നേടേണ്ടത്, ആർക്ക് വേണ്ടിയായിരിക്കണം പ്രാർത്ഥിക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ, അത് വല്ലാത്തൊരു കൺഫ്യൂഷനായി ഇപ്പം ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നിങ്ങൾക്കും ആ കൺഫ്യൂഷൻ ഉണ്ടാവുമെന്ന് തോന്നുന്നു. കാര്യം IPL ഒരു ടീമിൻ്റെയും ഡൈ ഹാർഡ് ഫാൻ അല്ല ഞാൻ. ക്രിക്കറ്റ് കാണാറുണ്ട്, നല്ല കളികൾ കാണാറുണ്ട്, ആസ്വദിക്കാറുണ്ട്. പക്ഷേ ഈ ഒരു സീസണിൽ കപ്പടിക്കേണ്ടത് വിരാട് കോഹ്ലി ആയിരിക്കണം എന്നൊരു ആഗ്രഹം തുടക്കം മുതൽ ഉണ്ടായിരുന്നു. കാര്യം കോഹ്ലി നമുക്കറിയാം, അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു കാര്യമില്ല. ക്രിക്കറ്റിൽ ലെജൻഡാണ് അദ്ദേഹം. ഓൾറെഡി ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് അദ്ദേഹം വിരമിച്ചു കഴിഞ്ഞു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഐതിഹാസികമായ കരിയറിൽ, ലെജൻഡറി കരിയറിൽ കുറവായി നിൽക്കുന്നത് ഒരേ ഒരു കാര്യമേ ഉള്ളൂ. ഈ ഹേറ്റേഴ്സൊക്കെ എപ്പോഴും ചൂണ്ടിക്കാണുന്ന ഒരേ ഒരു കാര്യം, ഒരു IPL ട്രോഫിയുടെ ഒരു കുറവ്. ബാക്കിയെല്ലാം അദ്ദേഹം നേടിയിട്ടുണ്ട്. IPL ഒരു കിരീടമില്ല എന്നുള്ളൊരു കുറവ് അദ്ദേഹത്തിനെതിരെ എപ്പോഴും എതിരാളികൾ, ഹേറ്റേഴ്സൊക്കെ എടുത്തുപയോഗിക്കുന്ന ഒരു ആയുധമാണ്. ആ ഒരു കുറവ് ഈ ഒരു സീസണോടുകൂടി വിരാട് കോഹ്ലി തീർക്കണം. അദ്ദേഹത്തിന് ഇനി ഒന്നും ബാക്കിയില്ലാതെ അതെല്ലാം കംപ്ലീറ്റ്, ലയണൽ മെസ്സിയെ പോലെ എല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ടായിരിക്കണം അദ്ദേഹം പിച്ച് വിടേണ്ടത് എന്നുള്ള ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു തുടക്കം മുതൽ. ആ ഒരു ആഗ്രഹം പോലെ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് അവരിങ്ങനെ കയറി വന്ന് ഫൈനലിലേക്ക് എത്തി. പക്ഷേ ഓൾമോസ്റ്റ് ഫൈനലിലേക്ക് എത്തിയപ്പോഴേക്കും ആ ഒരു ചിന്തയിൽ ചെറിയൊരു മാറ്റം വന്നു എനിക്ക്. കാര്യം ഇപ്പുറത്ത് കയറി വന്നിട്ടുള്ളത് പ്രീതി സിൻഡയുടെ പഞ്ചാബ് കിങ്സ് ആണ്. പഞ്ചാബ് കിങ്സിനും ഇതുവരെ ട്രോഫി ഒന്നുമില്ല. നമുക്കറിയാം, ഓരോ സീസണിലും പ്രീതി സിൻഡ അവരുടെ ടീമിന് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള സ്ക്വാഡിന് വേണ്ടിയിട്ട് അവർ നന്നായിട്ട് എഫേർട്ട് എടുക്കുന്നുണ്ട്, ഭയങ്കരമായിട്ട് ടീമിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ ടീമിന് പറ്റുന്നില്ല. ഇത്രയും കാലത്തിനിടയിൽ IPL ഒരു ഫൈനൽ മാത്രമാണ്, അത് 2014 മാത്രമാണ് ഒരു ഫൈനൽ കളിച്ചിട്ടുള്ളത്. അതവർ കൊൽക്കത്തക്കെതിരെ പരാജയപ്പെടുകയും ചെയ്തു. അതിനുശേഷം ഇപ്പോൾ രണ്ടാമതാണ് അവർ ഇപ്പോൾ ഫൈനലിലേക്ക് എത്തിയിട്ടുള്ളത്, അതും ശ്രേയസ് അയ്യർ എന്ന കിഡിൽ ക്യാപ്റ്റൻ്റെ മികവിൽ. കഴിഞ്ഞ തവണ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് കപ്പ് നേടിക്കൊടുത്ത ശ്രേയസ് അയ്യർ എന്തിനാണ് അദ്ദേഹത്തെ ഈ ഷാറുഖ് ഖാൻ ടീമിൽ നിന്ന് വിട്ടുകളഞ്ഞതെന്ന് മനസ്സിലാവുന്നില്ല. ഒരുപക്ഷെ പ്രീതി സിൻഡയുടെ ഭാഗ്യമായിരിക്കാം, ലക്കായിരിക്കാം, കൊൽക്കത്ത പുറത്താക്കിയ അയ്യരെ ഇരു കൈയും നീട്ടി സ്വീകരിച്ച് പ്രീതി സിൻഡ അവരുടെ ടീമിൻ്റെ, പഞ്ചാബിൻ്റെ ക്യാപ്റ്റൻ ബാഡ്ജ് അദ്ദേഹത്തിന് നൽകുകയാണ് ഉണ്ടായത്. അതിൻ്റെ ഒരു ഡിഫറൻസ് നമ്മൾ ഈ മത്സരത്തിൽ ഈ ഒരു സീസണിൽ മൊത്തം കണ്ടതാണ്. പ്രത്യേകിച്ചും ഇന്നലെ സെക്കൻഡ് ക്വാളിഫയറിൽ മുംബൈ ഇന്ത്യൻസിനെതിരെയുള്ള അയ്യരുടെ പെർഫോമൻസ്. 200 മുകളിൽ സ്കോർ ചെയ്ത് മുംബൈ ഇന്ത്യൻസിനെ തോൽപ്പിക്കാൻ ഇതുവരെ ഒരു ടീമിന് സാധിച്ചിട്ടില്ല, ഇനി ഒട്ടും സാധിക്കുകയുമില്ല എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു ഇന്നലത്തെ മത്സരം വരെ. അത് അയ്യർ തീർത്തു കൊടുത്തിട്ടുണ്ട്. അയ്യരുടെ മുമ്പിൽ മാത്രമാണ് മുംബൈ ഇന്നലെ തോറ്റിട്ടുള്ളത്. 41 പന്തിൽ 212 സ്ട്രൈക്ക് റേറ്റിൽ 87 റൺസാണ് അയ്യർ അടിച്ചെടുത്തിട്ടുള്ളത്. അതിൽ ബുംറയൊക്കെ നയിക്കുന്ന ബോളിങ്ങിൻ്റെ പവറിൽ തന്നെയാണ് ഈ 200 മുകളിൽ സ്കോർ ചെയ്തിട്ടുള്ള മുംബൈയെ തോൽപ്പിക്കാനാവില്ല എന്ന് പൊതുവെ അവർ വിശ്വസിക്കുന്നത്. പക്ഷേ ഇന്നലെ ബുംറയൊക്കെ അയ്യർ നേരിട്ടത് കാണുമ്പോൾ ഇങ്ങനെ കോരിത്തരിച്ചു പോകും. ഇന്നലെ ബുംറ എറിഞ്ഞൊരു യോർക്കറിനെ അയ്യർ ബൗണ്ടറിയിലേക്ക് തിരിച്ചുവിട്ടത് അദ്ദേഹത്തിൻ്റെ ബ്രില്യൻസ് എന്നല്ലാതെ അതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല. ഏതായാലും ഫൈനലിൽ RCBക്കെതിരെ ഒരു കണക്ക് കൂടെ തീർക്കാനുണ്ട് അയ്യർക്ക്. കാര്യം ഒന്നാം ക്വാളിഫയറിൽ പഞ്ചാബ് RCBയോട് തോറ്റിരുന്നു. അതിനുശേഷം അയ്യർ ഒരു ട്വീറ്റ് ചെയ്തത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഞങ്ങൾ പോരിൽ മാത്രമേ തോറ്റിട്ടുള്ളൂ, പക്ഷേ യുദ്ധം ഇനിയും അവസാനിച്ചിട്ടില്ല, യുദ്ധത്തിൽ ഞങ്ങൾ തോറ്റിട്ടില്ല എന്നുള്ളത്. അത് അദ്ദേഹത്തിൻ്റെ വെറുമ്പാക്കായിരുന്നില്ല എന്നുള്ളത് ഇന്നലെ മുംബൈക്കെതിരെയുള്ള മത്സരത്തിൽ തന്നെ നമുക്ക് വ്യക്തമായി. ഇനി അതിൻ്റെ കടം വീട്ടാൻ അയ്യർ ഫൈനലിൽ ഒരുമ്പിട്ടിറങ്ങുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇത്തവണത്തെ IPL കിരീടം പ്രീതി സിൻഡയുടെ കൈകളിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കും. സിൻഡയുടെ നുണക്കുഴിക്ക് നല്ല ഭംഗി കൂടും. താങ്ക് യു.